കൂട്ടുകാരെ നമസ്കാരം. നമ്മളിൽ പലർക്കും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ജോലിയായില്ലേ ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ള സ്ഥിരം ചോദ്യം. വീടുണ്ട്, ജോലിയുണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കല്യാണം കഴിച്ചില്ല എങ്കിൽ എന്തേ കല്യാണമാകാത്തത് എന്ന ചോദ്യം. ഇനി അഥവാ കല്യാണം കഴിച്ചു 3-4 വർഷമായി കുട്ടികളില്ല എങ്കിൽ എന്തേ കുട്ടികൾ വേണ്ടേ എന്ന ചോദ്യം. ഇങ്ങനെ പലർക്കും പലതായിരിക്കാം അലോസരപ്പെടുത്തിയ ചോദ്യങ്ങൾ. ജനിച്ച ശേഷം ഈ നിമിഷം വരെ എന്നെ അലട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ മലയാളം പഠിക്കാനായി തയ്യാറായത് എന്നാണ്. ഒരുപക്ഷെ BA MA മലയാളം എടുത്തിട്ടുള്ള ഏതൊരാൾക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ചോദ്യമായിരുന്നിരിക്കാം അത്. വിരോധാഭാസം എന്തെന്നാൽ എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളവർക്ക് മലയാളത്തിലെ അക്ഷരമാല തെറ്റുകൂടാതെ എഴുതുവാനോ ഉച്ചരിക്കുവാനോ സാധിക്കുമോ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും സംശയമാണ്. ആദ്യകാലങ്ങളിലൊക്കെ, അതായത് ഞാൻ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ചോദ്യം എന്നെ വല്ലാതെ അലട്ടിയിരുന്നെങ്കിലും ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അത്തരം ചോദ്യം ചോദിക്കുന്നവരോടോ മുഖഭാവത്തിലൂടെ വ്യക്തമാക്കുന്നവരോടോ ഇന്നെനിക്ക് വെറുപ്പോ വിദ്വേഷമോ യാതൊന്നും തന്നെയില്ല. എന്തുകൊണ്ടെന്നാൽ സ്വന്തം ദേശത്തിനോടോ ഭാഷയോടോ അവർക്കോ സ്നേഹമില്ല. എന്നാൽ പഠിച്ചവരോടെങ്കിലും ഈ ചോദ്യം ഒഴിവാക്കാനുള്ള ബുദ്ധി പോലും അവർക്കില്ലല്ലോ എന്ന ദയനീയത മാത്രം. എന്നാൽ എൻ്റെ തീരുമാനത്തെ അഭിനന്ദിച്ചവരും ആശീർവദിച്ചവരും ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ ജനിച്ചതിനും മലയാളം അധ്യാപികയായി മാറിയതിനും എന്നെന്നും എനിക്ക് അഭിമാനം മാത്രം.